ഉപനിഷത്ത് നല്ല ശക്തമായ ഭാഷയിൽ പറയുകയാണ്. കാരണം ഇത്ര ശക്തമായ ഭാഷ ഉപയോഗിച്ചാലെങ്കിലും മനുഷ്യൻ ഈ സത്യത്തിലേക്ക് തിരിയട്ടെ എന്ന് വെച്ചാണ്. ഇത് തിരിയാൻ ഒരു പ്രയാസമില്ലേ. ഈ രണ്ട് കാര്യങ്ങൾ കുറച്ചുകൊണ്ടുവരണം. ഇവിടെ ഭേദചിന്ത വേണ്ട. അതുകൊണ്ടാണ് ഗുരുദേവൻ ഒരു ജാതി, ഒരു മതം, ഒരു അല്ലാതെ അതൊന്നും വെറും മുദ്രാവാക്യമൊന്നുമല്ല. എന്തിനീ ഭേദചിന്ത? ജാതി ചിന്ത, മതചിന്ത, എന്നിട്ട് തമ്മിൽ തല്ല്, കൊല്ലല്, ഇതല്ലേ ഇപ്പൊ കാണുന്നത്. പക്ഷെ ഇതിങ്ങനെ ഇരിക്കും. പാടെ മാറ്റാനൊന്നും നമുക്കാർക്കും സാധ്യമല്ല. നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധ്യമാക്കാൻ പറ്റുമോ? സ്വയം ധീര പണ്ഡിതം വന്യമാനാ ദദ്രമ്യമാണ്. ഇതിങ്ങനെ കിട്ടുന്നു. പരിയന്തി മൂഢാഹ, മൂഢന്മാർ, സത്യമെന്തെന്നറിയാൻ വയ്യാത്തവർ. അന്ധേനൈവ നിയമാനായ അന്ധാഹ, കുരുടന്മാരെ നയിക്കുന്ന സ്ഥിതി. അതാണ് ആചാര്യസ്വാമികൾ പറയും. സത്യമറിയാത്ത സംസാരഗതി അന്ധപരമ്പര. ഇതാണ് വാക്ക്, അന്ധപരമ്പര. കുരുടന്മാരുടെ ഒരു ഘോഷയാത്ര അതാണ്. എന്നേ നടക്കുന്നു, ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്ക് ഈ കുരുടന്മാരുടെ പരമ്പരയിൽ നിന്നും ഒന്ന് മാറി നിന്ന് കുറേശ്ശെയെങ്കിലും സത്യത്തെ അനുഭവിക്കാൻ പറ്റുമോ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി.